ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിനി കോഴിക്കോട് പോയിൻ്റെ ബാക്കി വീഡിയോ അതാണിത്. അപ്പം ഇപ്പം ഞങ്ങൾ കോഴിക്കോട് ലുലു മാൾക്കാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ ഉച്ചക്കത്തെ ഊണൊക്കെ കഴിച്ച് ഇപ്പം ലുലു മാൾക്ക് കയറി. ലുലു മാളിൻ്റെ അടുത്തുള്ള ഹോട്ടലിൽ തന്നെയാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. ഇതിൻ്റെ ബേസ്മെൻറ്റിൽ കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ പുറത്താണ് പാർക്ക് ചെയ്തത്. അപ്പം ഞങ്ങൾ കാർ പാർക്ക് ചെയ്ത് കഴിഞ്ഞിക്കാണ്ട് ലുലുമാളിൻ്റെ എൻട്രൻസ്ക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെരും വെയിലാണ്, നല്ല ചൂട്. അപ്പം ഞങ്ങൾ ചെയ്തൊരു മണ്ടത്തരായിപ്പോയി കാറ് പുറത്ത് നിർത്തിയത്. കാറ് ഞങ്ങൾ തിരിച്ച് ചെന്നപ്പോഴത്തിനാകെ വെന്ത് തേനി. അപ്പം വെള്ളിയാഴ്ച ഉച്ച സമയമാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രതീക്ഷ അത്ര തിരക്കൊന്നുമില്ല ലുലു മാളിൽ. ഞങ്ങളിപ്പോൾ ലുലു മാളിൻ്റെ ഉള്ളിലെത്തി. എറണാകുളത്തെ ലുലു മാളിൻ്റെ അതേപോലെയൊക്കെ തന്നെയാണ്. അപ്പം ഞങ്ങൾ ലുലു മാളിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ വെറുതെ നടന്ന് ഓരോ സാധനങ്ങളൊക്കെ നോക്കിയാൽ അങ്ങനെ നടന്ന് ഞങ്ങളൊന്നും വാങ്ങിയില്ല. കാരണം ഞങ്ങളിപ്പോൾ ഇനി മിഠായി തെരുക്കോ ഉണ്ട്, അപ്പോൾ അവിടുന്ന് എന്തായാലും വാങ്ങും. അതുകൊണ്ട് ഇവിടുന്ന് ഒന്നും വാങ്ങിയില്ല. പക്ഷേ ഒക്കെ നോക്കണുണ്ട്, എല്ലാ സാധനങ്ങളും നോക്കി പോകുന്നുണ്ട്. ഇത് നല്ല രസമുണ്ട്, ഓരോന്ന് കയ്യിലുകളും ഇതൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടൊക്കെ കാണാം. അപ്പം അതൊക്കെ നോക്കി നിന്ന് ഇപ്പോൾ പാത്തുമാനൊന്ന് നടത്തിച്ച് നോക്കിയതാ. അപ്പോൾ ഒക്കെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ അതിനായിട്ട് നിൽക്കേനി നടക്കാൻ. അപ്പം എസ്കലേറ്ററിൽ കയറാൻ ഉമ്മാക്ക് ഒരു ചെറിയ പേടി. അപ്പം ഞാൻ മുന്നിൽ പോകുന്ന വീഡിയോ എടുക്കാൻ വേണ്ടി കാക്കും ഉമ്മാനെയും കുട്ടീനെയും കൊണ്ട് ബാക്കിൽ വരുന്നുണ്ട്. ഇവിടെ പിന്നെ ഫുള്ള് ഈ കുട്ടിക്ക് പറ്റിയ സാധനങ്ങളൊക്കെയാണ്. അതൊക്കെ നല്ലോണം നോക്കിക്കണം കേട്ടോ. ഓക്കും ഇങ്ങനെ കാട്ടിക്കൊടുത്ത ഓരോ സാധനങ്ങളൊക്കെ, വാക്കറുകളും അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ബേബീസിൻ്റെ സെറ്റാ തോന്നുന്നുണ്ട് ഇവിടെ നിറച്ച്. കുട്ടികളുടെ ബേബീസ്. ഇപ്പോളെ എടുക്കാനേ പറ്റണില്ല. ഒക്കെ പിടിച്ചങ്ങനെ നടക്കണം നിലത്ത് കൂടെ. ഒരു വട്ടം ഞാൻ കാട്ടിക്കൊടുത്ത് പെട്ടതാണ്. ഞാൻ ഒന്ന് നടന്നു നോക്കിയൊക്കെ വിചാരിച്ചാണ്ട് വെച്ച, എപ്പോഴും എടുക്കുക കുറേ നേരമായിട്ടില്ല എടുത്തിട്ട് വിചാരിച്ച് വെച്ചത് ഇനി. പക്ഷേ ഒരു അബദ്ധമായിപ്പോയി. പിന്നോളൊക്കത്ത് നിൽക്കണില്ല, അവൾക്ക് ഫുള്ള് പിടിച്ച് നടക്കണം. പിന്നെ ഞങ്ങൾ അടുത്ത ഫ്ലോർക്ക് ലിഫ്റ്റിലാണ് പോണത്. ലിഫ്റ്റൊക്കെ അടിപൊളി ലിഫ്റ്റാണ്, ഗ്ലാസിൻ്റെയാണ്. ഇതാണ് അവസ്ഥ. ഒക്കത്ത് വെക്കാനയക്കണില്ല, എല്ലായിടത്തും നോക്ക് നിലത്ത് ഇറങ്ങണം. പിന്നുള്ളത് കുട്ടികൾക്ക് പറ്റിയ ഗെയിംസിൻ്റെ ഒരു ഏരിയ തന്നെ ഇവിടെ ഉണ്ട്. അപ്പം ഞങ്ങൾ അതിലൊക്കെ കുറച്ചിങ്ങനെ പോയി. അതിൻ്റെ ലൈറ്റൊക്കെ കണ്ട് കുട്ടിക്കും കുറച്ച് വൈകി പോയിക്കണം. കാക്കു പിന്നെ ഗെയിം കളിക്കാന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാനൊന്നും സമ്മതിച്ചില്ല, അതുകൊണ്ട് പിന്നെ കളിച്ചില്ല.
ഞങ്ങൾ വാനിലൻ്റെ 3 ഐസ്ക്രീം വാങ്ങിത്തന്ന് ആകെ അവിടെ നിന്ന് കഴിച്ചത് അതാണ്. പിന്നെ നിച്ചുവിന് ഇവിടെ കുറേ ഗെയിമിങ് കാറുകളുണ്ട്. അപ്പോൾ അതിലൊക്കെ കയറ്റി കുറേ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്ത് ഒക്കെ നല്ല ഇഷ്ടമായിക്കണം അതൊക്കെ. ഓളപ്പുറത്തെ കാറിലൊരു കുട്ടിയുണ്ട്, അതിനോട് വർത്താനം പറയണോള്. പക്ഷെ അപ്പോത്തിന് ഞങ്ങൾക്ക് പോവാനുള്ള നേരമായി വന്ന്. അപ്പോൾ പിന്നെ കാക്കു അതിന്ന് എടുത്ത് വേറെ കാറിൽ കയറ്റി. അപ്പം ഞങ്ങൾക്ക് ഇനി സമയമല്ല, അതുകൊണ്ട് ലുലുമാളിന്ന് വേഗം ഇറങ്ങി ഇനി ബീച്ചിക്കും മുട്ടായി തെരുവുക്കും പോവാണ്ട്, അതുകൊണ്ടാണ്. അപ്പം ഫ്രണ്ട്സ് ഞങ്ങൾ മുട്ടായി തെരുവ് എത്തി. അപ്പം ഇവിടെ പെരും തിരക്കാണ്. തിരക്കായതുകൊണ്ട് തന്നെ വണ്ടി പാർക്ക് ചെയ്യാനൊന്നും സ്ഥലമല്ല. അപ്പം കാക്കു പറഞ്ഞു ഇവിടെ പാർക്കിംഗ് ഏരിയ ഉണ്ട്, അപ്പം അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യാണ്. നല്ല തിരക്കാണ്. ഇപ്പം മുട്ടായി തെരുവ് എത്തി. അതിൻ്റെ 2 സൈഡ് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കടകളാണ്. തുണികളും ചെരുപ്പുകളാണ് മെയിന്. അപ്പം ഇച്ചും ഉമ്മാക്കും ചെരുപ്പും വാങ്ങണം, കാക്കുവിന് വർക്കിംഗ് ഡ്രസ്സും, പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. നല്ല വിലക്കുറവാണെന്നൊക്കെ പറയണേക്കാം. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് പോയതാണ്. അപ്പം ഞങ്ങൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുട്ടി ഉറങ്ങിയാണ്. കുട്ടീനെ പിന്നെ കാക്കൊടുത്ത് ഞങ്ങൾ ഏകദേശം അവിടെ ഫുള്ള് നടന്ന് കണ്ട്, പിന്നെ കുറച്ചൊക്കെ നടന്ന് പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. ഇപ്പം ബീച്ചിലെത്തി. ഞങ്ങൾ ബീച്ചിലെത്തി കുറച്ച് നേരത്തെ വരണ്ടീനി, പക്ഷെ വൈകിപ്പോയി എത്താം. എന്നാലും ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് കാക്കു കുട്ടീനെയും കൊണ്ട് മുന്നിലേക്ക് പോയി. ഞങ്ങൾ ആ മണലിലെ കാല് പൂന്താണ്, അപ്പോൾ നടക്കാൻ ശരിക്കും കയ്യിൽ. അപ്പം ഞങ്ങൾ ആക്കം പോലെ എത്തിയിട്ടുള്ളൂ. ഇനി കാക്കു കുട്ടീനായിട്ട് മുന്നിലെത്തി. കുട്ടിക്ക് കുറേ കുട്ടികളൊക്കെ ഉണ്ട്. ഈ സ്കൂളിൽ നിന്ന് ടൂർ വന്നാൽ തോന്നുന്നുണ്ട്. ഐറ്റങ്ങൾ ഒച്ച ഇതൊക്കെ കേട്ടിട്ട് ഓലെ നോക്കി അങ്ങനെ നിൽക്കുക കുട്ടി. ഈ ഒരു സമയമായതുകൊണ്ട് തന്നെ കുറേ ആൾക്കാരുണ്ടെങ്കിൽ നിച്ചുവിന് പിന്നെ കടൽ ഇപ്രാവശ്യം എന്തായാലും ആദ്യം അവളെ ഫസ്റ്റ് കൊണ്ടുവന്നാൽ നോക്ക് പേടി ഇനി വെള്ളം. അപ്പം പിന്നെ നല്ല ഇഷ്ടമായിക്കണ്. അപ്പം അതിലൊരു ബോട്ട് പോണുണ്ട്, അത് നോക്കി നിൽക്കേനി. നല്ല രസം ലൈറ്റ് കത്തി പോണ കണ്ടപ്പം. കണ്ടോ, നിച്ചുവിന് ഭയങ്കര ഇഷ്ടമായിക്കണു. നോക്ക് പോരാല്ലോ, ഒരു ഇതും ഇല്ല. അപ്പം പിന്നെ അവിടെ നിൽക്കണം എന്നാണ്. ഫസ്റ്റ് വന്നപ്പോൾ ഇങ്ങനെയൊന്നല്ലേ ഇനി, നല്ല പേടിയിനി. ഇടിയും മിന്നലും മഴയും ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ വേഗം പോന്ന്. കുറേ നേരം നിന്നിട്ടില്ല. പിന്നെ ഇരുട്ടായി വരികയാണ്. ഞങ്ങൾ കുറച്ച് നേരത്തെ വരണ്ടീനി. പിന്നെ ഞങ്ങൾ തിരിച്ചിപ്പം പെരേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം. ബൈ.